ഹലോ ഓൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് അത്താഴത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഞാനാണേ. അങ്ങനെ ഐശ്വര്യമായിട്ട് തേങ്ങ പൊട്ടിച്ച് തന്നെ തുടങ്ങാമെന്ന് ഓർത്തതാണ്. പക്ഷേ ആദ്യം പൊട്ടിച്ച തേങ്ങ കേടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ തേങ്ങയൊക്കെ പൊട്ടിച്ചു. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല തേങ്ങ പൊട്ടിക്കാൻ, പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വരുന്നു. ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പുട്ട് ഇവിടെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഗോതമ്പ് എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അങ്ങനെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാൻ്റെ മോനിടക്കൊന്ന് വന്നു അടുക്കളയിൽ. പിന്നെ സോയ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോയ ആകുമ്പോൾ പ്രോട്ടീനാണല്ലോ, ജിമ്മന്മാർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ ജിമ്മിൽ പോയിട്ടൊരു പ്രഹസനമൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഡയറ്റ് എന്നുള്ള വേറൊരു പ്രഹസനം കൂടി ഉണ്ട്. എപ്പോഴും ഒന്നും ഫോളോ ചെയ്യാറില്ല കേട്ടോ, കയ്യിൽ പോവും. എന്തെങ്കിലുമൊക്കെ ഫുഡ് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല കഴിക്കും. അപ്പോൾ പിന്നെ ഡയറ്റ് അങ്ങനെ വഴിയിൽ വെച്ച് പോകും. അപ്പം ഞാൻ സോയ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. സോയയും പുട്ടും കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. പുട്ടും ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ദാണ്ട് ആവിയൊക്കെ വന്നു, സോയ റോസ്റ്റ് റെഡിയായി. പുട്ടും മനോഹരമായി കുത്താൻ ശ്രമിക്കുന്നതാണ്, പക്ഷേ ഇടയിൽ വെച്ച് പുട്ടും എന്നെ ചതിച്ചു. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.